ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ കാർണവർ ജയിൽ മോചിതയാകും. സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, സർക്കാരിന്റെ തീരുമാനം, അതിന് ഗവർണറുടെ കൂടി അംഗീകാരം ലഭിച്ചിരിക്കുന്നു അല്ലേ? ആര്യ, ജനുവരി 22 ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഷെറിൻ കാർണവർ ഉൾപ്പെടെ 11 പ്രതികളുടെ മോചനം, ജയിൽ മോചനം. 14 വർഷത്തിലേറെ തടവ് അനുഭവിച്ചു, അതുകൊണ്ട് തന്നെ മോചിപ്പിക്കണമെന്ന ശുപാർശ ഗവർണർക്ക് മുന്നിൽ നൽകിയത്. പക്ഷേ ഗവർണർ ആദ്യഘട്ടത്തിൽ അത് അനുവദിച്ചിരുന്നില്ല. വീണ്ടും വിശദീകരണം സർക്കാരിനോട് തേടി. തുടർന്ന് ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, പരോൾ എത്ര ദിവസം ലഭിച്ചിരുന്നു, ജയിലിലെ പെരുമാറ്റം, അവരുടെ ജയിലിലെ ജീവിതം എങ്ങനെ എന്ന കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ട് പ്രത്യേക ഒരു പെർഫോമ പൂരിപ്പിച്ച് നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആ പെർഫോമ കൂടി പരിശോധിച്ചാണ് ഇപ്പോൾ ഈ ഷെറിൻ കാർണവർക്ക് ജയിൽ മോചനത്തിന് അനുമതി ഗവർണർ നൽകിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ശുപാർശ അംഗീകരിക്കുക. ഇതിനൊപ്പം 11 പേരുടെ പട്ടികയാണ് ഗവർണർ അംഗീകരിച്ചത്. ഷെറിൻ കാർണവർ കണ്ണൂർ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്. അവർ അവിടെ നിന്ന് വൈകാതെ ജയിൽ മോചിതയാകും. മാനുഷിക പരിഗണന, കുടുംബിനി എന്ന പരിഗണന, ഈ രണ്ട് പരിഗണനകൾ പരിഗണനകൾ അടിസ്ഥാനമാക്കിയാണ് ഷെറിന് ജയിൽ മോചനം നൽകുന്നതെന്നാണ് രാജ്ഭവൻ, ഈ സർക്കാരിൻ്റെ ശുപാർശ അംഗീകരിക്കുന്നതാണ് രാജ്ഭവൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ കാർണവേഴ്സ് വില്ലയിലെ കുടുംബനാഥൻ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത്. ഭാസ്കര കാർണവരുടെ മരുമകളാണ് ഷെറിൻ കാർണവർ. ഷെറിനും അവരുടെ ചില സുഹൃത്തുക്കളും ചേർന്ന് ഒന്നാം പ്രതി ഷെറിൻ, രണ്ടാം പ്രതി കുറിച്ചി സ്വദേശി ബാസിത്ത് അലി, മൂന്നാം പ്രതി ബിനാനിപുരം സ്വദേശി നിതിൻ, നാലാം പ്രതി ഷാനു റഷീദ്, ഇവർ 4 പേരും ചേർന്ന് ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കേസ്. പല കാലഘട്ടങ്ങളിലായി ഷെറിന് 340 ദിവസത്തെ സാധാരണ പരോളും 92 ദിവസത്തെ അസാധാരണ പരോളും ലഭിച്ചിരുന്നു. വലിയ പരിഗണന ഷെറിന് പലപ്പോഴും ലഭിച്ചിരുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഷെറിൻ കാർണവർക്കെതിരെ പല കേസുകളും ജയിലിലുള്ള ശേഷവും ഉണ്ടായിട്ടുണ്ടെന്നായിട്ട് പ്രധാനപ്പെട്ട കാര്യം. ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും തടവുകാരെ മർദ്ദിച്ചതിനുമൊക്കെ കേസുണ്ടായിരുന്നു. ഈ ശിക്ഷ വിധിച്ച ശേഷവും, അല്ലെങ്കിൽ ഇളവ് നൽകാൻ സർക്കാർ ശുപാർശ ശേഷവും അവരുടെ പേരിൽ ഒരു കേസ് ജയിലിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ജയിലിൽ നല്ല നടപ്പുള്ളവർക്കാണ് സാധാരണഗതിയിൽ ഈ പരോളിന് അല്ലെങ്കിൽ ഈ ശിക്ഷയാണ് പരിഗണിക്കേണ്ടതെങ്കിലും ഷെറിൻ അതിനൊക്കെ പുറത്തായിരുന്നു. പക്ഷെ അപ്പോഴും അവർക്ക് ശിക്ഷ ഇടവിന് സർക്കാർ ശുപാർശ വലിയ വിവാദമായിരുന്നു. ഒരു മന്ത്രിയുടെ ഇടപെടൽ പിന്നിലുണ്ടെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഷെറിൻ കാർണവരുടെ ജയിൽ മോചനം ഈ സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അവരുടെ പേരുള്ള മറ്റു കേസുകൾ കൂടി തീർന്ന മുറയ്ക്ക് അവർക്ക് ജയിൽ മോചനത്തിന് അവസരം ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും 2009 നടന്ന ഒരു കൊലപാതക കേസിൽ 14 വർഷത്തോളം അവർ ശിക്ഷ അനുഭവിച്ചു സാങ്കേതികം. പക്ഷേ ഏറെ നാൾ അവർ ജയിലിന് പുറത്തായിരുന്നു, പരോളിലായിരുന്നു. അവരുടെ ജയിലിലെ ജീവിത രീതി വലിയ ചോദ്യം ചെയ്യപ്പെട്ടു. ബ്യൂട്ടി പാർലർ പോലും ജയിലിൽ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. പ്രത്യേക പരിഗണന പലപ്പോഴും ലഭിച്ചിരുന്ന വിവരങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഏതായാലും എല്ലാം കണ്ടിന് നടിച്ചുകൊണ്ട് സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയാണ്. ഷെറിൻ കാർണവർക്ക് ജയിൽ മോചനത്തിന് വഴി തുറക്കുകയാണ്. തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ആ വിവാദങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് ഷെറിന്റെ ജയിൽ മോചനം അത് സാധ്യമാക്കിയെടുക്കാൻ സർക്കാരിന് സാധിച്ചിരിക്കുന്നു. എന്തായാലും സർക്കാർ തീരുമാനത്തിന് ഗവർണറുടെ കൂടി അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഉടൻ ഷെറിൻ ജയിൽ മോചിതയാകും എന്നതാണ് സാഹചര്യം.